ആണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നല്ലൊരു അവസരത്തെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും മാന്യമായിട്ടുള്ള രീതിയിൽ തൊഴിൽ ചെയ്തുകൊണ്ട് മാന്യമായിട്ടുള്ള വരുമാനം നേടുന്ന വ്യക്തികൾ തന്നെയാണ്. ചില വ്യക്തികൾ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് നല്ല രീതിക്ക് ഒരാൾക്ക് ഫാമിലിക്ക് നല്ല രീതിയിൽ കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് ഓരോ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിത്യേനയുള്ള ജീവിത ചെലവ് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് നമ്മൾ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ദിനം പ്രതി വില വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചില്ല, നമുക്ക് ജീവിത എക്സ്പെൻസ് കൂടുന്ന സമയത്ത് നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഈ ഒരു ജീവിത ചെലവ് വർദ്ധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതൊരു ഇന്ത്യൻ എക്കണോമിക് സർവേ കണക്കുപ്രകാരം പറയുമ്പോഴും ഏകദേശം 1960 കാലഘട്ടങ്ങളിൽ ഒരു ഫാമിലിക്ക് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ വെറും 100 രൂപ മതിയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവിടുന്ന് ശേഷം ഏകദേശം 1980 കാലഘട്ടമായ സമയത്ത് ഏകദേശം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ചെയ്തു. 1000 രൂപയിലേക്ക് നമ്മുടെ ജീവിത ചെലവ് ഒരു മാസം 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. പിന്നീട് ഏകദേശം 2000 കാലഘട്ടമായ സമയത്ത് 10,000 രൂപയിലേക്കും, പിന്നീട് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2020 എന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാമിലിക്ക് കഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ വേണം എന്ന രീതിയിലേക്ക് നിത്യേനയുള്ള ജീവിത ചെലവ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഈ കണക്കുകളൊക്കെ ശരിയാണെന്നിരിക്കും നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2040 എന്നൊരു വർഷം വരാനുണ്ട്, ആ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരുന്ന സമയത്ത് ഈ കണക്കുകളൊക്കെ ശരിയാണെന്നിരിക്കെ ആ 2040 എന്നൊരു കാലഘട്ടം വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ജീവിത ചെലവ് ഏകദേശം 10 ലക്ഷം രൂപ എന്നതിലേക്ക് മാറുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ എന്താണ്, നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ നമുക്ക് ചെയ്യാൻ സാഹചര്യം ഒത്തുനിണങ്ങി കിട്ടാൻ സാധ്യതയുള്ള പല ഓപ്ഷൻസും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിലൂടെ ഈ 2040 എന്ന കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ആ രീതിയിലേക്ക് ഒരു മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ അതിജീവിച്ചുകൊണ്ടൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇന്ന് 4 മേഖലയിൽ കൂടെ നമ്മൾ പ്രധാനമായിട്ടും വരുമാനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒന്ന് അഗ്രികൾച്ചർ ആണ് അല്ലെ. നമ്മളെ ഇന്ത്യ എന്നുള്ളത് ഒരു കാർഷിക രാജ്യമാണ്. ഈ ഒരു കാർഷിക രാജ്യത്ത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ആ വർക്ക് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഉത്പാദനത്തിന്റെ ചെലവും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നൽകേണ്ട ലാഭമില്ലാത്ത നഷ്ടങ്ങളും മറ്റുള്ള കടബാധയിലേക്ക് ചെല്ലുന്ന സമയത്ത് ആത്മഹത്യ പോലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഒരു കർഷകനും ഒരു സ്വന്തം മക്കളെ എന്ത് ചെയ്യുന്നില്ല, ഒരു കൃഷിക്കാരനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷിക്കാരനും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഒന്ന് അബ്രോഡാണ്. ഒരു വിസ ഒക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, വിദേശത്തേക്ക് പോവുക, നല്ലൊരു ജോലിക്ക് സെറ്റായി ജീവിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും പല ആൾക്കാരും എന്തുണ്ടാവാം, വിദേശത്തേക്ക് കയറുന്നുണ്ടായിരിക്കാം. അവിടെ കിട്ടുന്ന സമയത്ത് നിന്നുണ്ടാവും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത അല്ലെങ്കിൽ സ്വദേശിവൽക്കരണം പോലുള്ള പല പ്രശ്നങ്ങളും വരുന്ന സമയത്ത് സ്വന്തം തൊഴിലിനൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. ജീവൻ കിട്ടിയാൽ മതി എന്ന ഒരു ഇതിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റണം അല്ലെങ്കിൽ നിറവേറാൻ സാധിക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയാണ് പല ആൾക്കാരും വിദേശത്തേക്ക് കയറിയിട്ടുള്ളത്. പക്ഷെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇത് തിരിച്ചിറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഓരോ പ്രവാസിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എംപ്ലോയ്മെന്റ് ആണ്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിറങ്ങുന്നുണ്ട്, ഓരോ വർഷം പഠിച്ചിറങ്ങുന്നുണ്ട്. ഒരു കൃത്യമായിട്ട് തൊഴിൽ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു ഗവൺമെന്റ് സെക്ടറിനെ കൊണ്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടുവന്നില്ല ഈ പഠിച്ചിറങ്ങുന്ന ഓരോ ആൾക്കാരും കൃത്യമായി തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ തൊഴിൽ കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കുറഞ്ഞ വേതനത്തിനായിരിക്കും എന്തുണ്ടാവുക, ഓരോ വ്യക്തികളും കൃത്യമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മാസം കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഏകദേശം ശമ്പളം കിട്ടിയ ശേഷം 5-10 ദിവസം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, കിട്ടിയുള്ള ശമ്പളം മൊത്തം തീരുന്നുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, കടം വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജീവിതമായിരിക്കും പോകുന്നുണ്ടായിരിക്കും. വീട്ടിലുള്ള ഓരോ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, വീട്ടിലുള്ള മാതാപിതാക്കളും അല്ലെങ്കിൽ ബന്ധുക്കളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ മകന് ജോലി കിട്ടി അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന് ജോലി കിട്ടി, എന്റെ ജോലി കിട്ടി, കൃത്യമായിട്ട് ലൈഫ് സെറ്റായി എന്നുള്ള എന്ത് ചെയ്യും കാണുന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ആ ജോലി കിട്ടിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സ്വന്തമായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആൾക്കാർ, അവർക്ക് വരുമാനം എന്ത് ചെയ്യാം, അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ സമ്പത്തുകൾ കൃത്യമായിട്ട് ഈ വരുന്ന സമയത്ത് ഏകദേശം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ വക്കീലമാർ ഇവരൊക്കെ ഈ സെൽഫ് എംപ്ലോയ് കാറ്റഗറി പെടുന്ന, നോർമൽ വർക്ക് ഉള്ള സമയത്ത് പ്ലംബർമാർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചോളം എന്നുണ്ടെങ്കിലും ഈ ഒരു 4 മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത്, നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്.
മാത്രമല്ല ഇവർക്കൊന്നും ഈ ഒരു മേഖല 4 മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, താൻ ചെയ്യുന്ന മേഖലയിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം പിന്നെ ലഭിക്കില്ല എന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ലഭിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ വരുമാനം ലഭിക്കും, എങ്ങനെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ ചെലവിനെ അതിജീവിച്ചുകൊണ്ട് വർദ്ധിക്കുന്ന ഒരു വരുമാനമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള മാറ്റം നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് ടെക്നോളജി ബേസിലുള്ള സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ നല്ലൊരു വഴിയായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ. ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഓവർകം ചെയ്തപ്പോൾ നല്ലൊരു വർദ്ധിക്കുന്ന മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അത് ഇന്നത്തെ 21ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഏതൊക്കെയാണ് നോക്കുന്ന സമയത്ത് സൊമാറ്റോ, ഓല, ഈ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് ഇന്നൊരു ആശയം, ഒരു കൃത്യമായിട്ട് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അതൊരു ആപ്ലിക്കേഷന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ജനങ്ങൾക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു കോടികളൊന്നും ഇൻവെസ്റ്റ് ഇല്ലാതെ, സ്വന്തമായിട്ട് ഒരു ഹോട്ടലോ റെസ്റ്റോറന്റോ വാഹനമോ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യുന്നു, മാസം കോടികളുടെ ടേൺ ഓവർ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയ അവസരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിത ചെലവിനെ അതിജീവിച്ചുകൊണ്ട് ഒരു വർദ്ധിക്കുന്ന വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം അവസരം നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന കമ്പനിയുടെ പേരാണ് വൈബ്രന്റ് വിവ എന്നുള്ളത്. ബാംഗ്ലൂർ ആസ്ഥാനമായിരുന്നു 2014 സ്റ്റാർട്ട് ചെയ്തുള്ള കമ്പനിയാണ് വൈബ്രന്റ് വിവ എന്നുള്ളത്. സ്വന്തം സ്ഥലത്ത് ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വൈബ്രന്റ് വിവ എന്നുള്ളത്. കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുന്ന സമയത്ത് സാപ്പ് ഇന്റഗ്രേറ്റുള്ള സോഫ്റ്റ്വെയർ കമ്പനി ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ CL പ്രൗഡ് മെമ്പർ ആണ് നമ്മുടെ കമ്പനി. അതുപോലെ തന്നെ കരസ്പർശമേക്കാത്ത GMP സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, മാനുഫാക്ചർ യൂണിറ്റ് ആണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. അതുപോലെ തന്നെ കോഷ്യൽ സർട്ടിഫിക്കറ്റ് ആണ്. മാത്രമല്ല നമുക്ക് ഏതൊരു സംരംഭം നോക്കുന്ന സമയത്തും നമുക്ക് ഇതിലുള്ള അവാർഡ്സ് അക്രഡിറ്റേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കി കാണുന്ന GST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലെറ്റർ ഉണ്ട്. കാരണം വെച്ചാൽ ഏതൊരു സംരംഭം വിജയിക്കണം എന്നുണ്ടെങ്കിലും ആ കമ്പനി നന്നായതുകൊണ്ട് കാര്യമില്ല, കൃത്യമായിട്ട് കമ്പനി ഉൽപ്പന്നം നന്നായതുകൊണ്ട് കാര്യമില്ല. കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന GST കൃത്യമായിട്ട് പേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് കമ്പനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി 2014 സ്റ്റാർട്ട് നമ്മുടെ കമ്പനി കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന GST കൃത്യമായിട്ട് പേ ചെയ്ത കാരണം കൊണ്ട് തന്നെ ഗവൺമെന്റ് ഭാഗത്ത് കേന്ദ്ര GST ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും അപ്രിസിയേഷൻ ലെറ്റർ കിട്ടിയിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ വൈബ്രന്റ് വിവ എന്നുള്ളത്. മാത്രമല്ല വളരെ കുറഞ്ഞ സമയം വെച്ചിട്ട് എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അവാർഡ് വരെ എന്ത് ചെയ്തു നമുക്ക് നമ്മുടെ കമ്പനിക്ക് ലഭ്യമായി എന്നുള്ളതാണ്. മാത്രമല്ല കമ്പനിയുടെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നത് കർണാടക ചീഫ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്നും സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡും അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ വിന്നർ, അതായത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഗോൾഡ് മെഡൽ വിന്നർ ആവാനും കമ്പനിയുടെ ചെയർമാന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പ്രകൃതി ഗുണം ഒട്ടും ചോരാതെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ യുണീക്ക് ആയിട്ടുള്ള 5 വെൽനസ് പ്രൊഡക്റ്റുകൾ തന്നെയാണ്. എന്താണ് ഈ വെൽനസ് പ്രൊഡക്റ്റുകളുടെ, ഈ 5 വെൽനസ് പ്രൊഡക്റ്റുകൾ പ്രാധാന്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുന്നതും കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആപ്തവാക്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. കാരണം ഏതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമ്മൾ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പല ആൾക്കാരും ഇന്ന് സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് പണത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോഗ്യം മറന്ന് പണത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, അവസാനം ആരോഗ്യം നഷ്ടപ്പെടും, ഉണ്ടാക്കിയ സമ്പാദ്യം മൊത്തം എന്തുണ്ടാവും ഇല്ലസ് മേഖലയിൽ എന്തെങ്കിലും ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ കൃത്യമായിട്ട് ആരോഗ്യം നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് നമുക്ക് ആരോഗ്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരാൾ ദിവസം കഴിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അസുഖങ്ങൾ ഇല്ലാത്തൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ 3.5 കിലോ വെച്ചിട്ട് ഒരു വീട്ടിൽ 4-5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കഴിക്കുക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ പറയുന്ന കാര്യമാണ് പഴമയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തിട്ട് അതിലൂടെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ കൃഷി ചെയ്തിട്ട് അതിലൂടെ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷെ അതും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ 5 സെന്റിലും 10 സെന്റിലും ഫ്ലാറ്റുകളിലേക്ക് താമസം മാറിയ സമയത്ത് അതും എന്ത് ചെയ്യില്ല, ഈ ഒരു കാലത്തിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് കമ്പനി തയ്യാർ ചെയ്തിട്ടുള്ള ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ്. എന്താണ് iPulse? കൃത്യമായിട്ട് അസൈബെറി അടക്കം 5 ബെറി ഫ്രൂട്ടിന്റെയും 10 സീസണൽ ഫ്രൂട്ടിന്റെയും ഒരു സിനർജറ്റിക് ബ്ലെൻഡ് ആണ് iPulse.
ഏകദേശം നമുക്ക് രാവിലെ 30 മില്ലി വൈകിട്ട് 30 മില്ലി എന്ന രീതിക്ക് കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന സമയത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ അത്രയും ഗുണം എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൊടുക്കുന്ന ടോക്സിനെ കൃത്യമായിട്ട് പുറം തള്ളുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഐ പൾസ് എന്നുള്ളത്. യെസ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കെയർ. എന്താണ് ഐ കെയർ? കൃത്യമായിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് സമയത്ത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടമ്മമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലേഡീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അഭിമാനമാണ്. ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും നേരത്തെ എഴുന്നേൽക്കുന്നതാണെന്നുണ്ടെങ്കിലും അവസാനം കിടന്നുറങ്ങുന്നതാണെന്നുണ്ടെങ്കിലും ഒരു ലേഡി ആയിരിക്കും, അമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, സിസ്റ്റർ ആയിരിക്കാം, വൈഫായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, കൃത്യമായിട്ട് അവരുടെ ഹെൽത്തിന് പ്രാധാന്യം നൽകാതെ മറ്റുള്ളവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഹെൽത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു മൾട്ടി ടാലന്റായി പ്രവർത്തിക്കുന്നവരാണ് ഓരോ ലേഡീസും. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിന്നും അവർ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള മഞ്ഞളിലെ കുർക്കുമിൻ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയി ചേർത്തുകൊണ്ട് ലേഡീസിന് വേണ്ടി മാത്രം തയ്യാർ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് രാവിലെ വൈകിട്ടും 30 മില്ലി വീതമാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് കഴിക്കുന്ന സമയത്ത് ലേഡീസിന്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ സൊല്യൂഷനിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ കോഫി. എന്താണ് ഐ കോഫി? പേര് നിന്നുണ്ട് ഐ കോഫി എന്നുള്ള പ്രൊഡക്റ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റിനൊക്കെ നല്ല രീതിയിൽ നിന്നുണ്ട് പബ്ലിസിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാവരും ആശ്രയിക്കുന്നത് മെഡിസിനെയാണ്. ഒരു പൊട്ട് ഗുളികയിൽ തുടങ്ങിയിട്ട് എന്തുണ്ടാവും, മെഡിസിന്റെ അളവ് കൂടുന്നുണ്ടായിരിക്കും, പിന്നെ ഇൻസുലിനിലേക്ക് മാറുന്നുണ്ടായിരിക്കും. ഒരു നരക തുല്യമായിട്ടുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക ഓരോ ഡയബറ്റിക് പേഷ്യന്റും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നിന്നുണ്ടാവും, അവർക്ക് റിലീസ് ആവണം, അവർക്ക് മോചനം വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഐ കോഫി കൃത്യമായിട്ട് 2 നേരം ഈ ഒരു ഐ കോഫി കഴിക്കാൻ കൃത്യമായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ, എത്ര പഴക്കം ചെന്ന ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐ കോഫി എന്നുള്ളത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും അടങ്ങിയ ഇൻഗ്രീഡിയന്റ് പറയുന്ന സമയത്ത് ഏകനായകമാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരക സംഹിത എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഏകനായകത്തിന്റെ പേര് തിളപ്പിച്ചുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മധുമേഹ അല്ലെങ്കിൽ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഈ ഏകനായകം ആക്റ്റീവ് മോളിക്യൂൾസിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് ഊർഗിലെ കോഫി ബീൻസും നായ്ക്കളോട് എക്സ്ട്രാക്റ്റും ആഡ് ചെയ്തിട്ടുള്ള സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്നുള്ളത്. 2 ടേസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഐ കോഫി ബ്ലാക്ക്, ഐ കോഫി ക്രീമർ. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ ഗ്ലോ. ആ പേര് പോലെ തന്നെ ഒരു സൗന്ദര്യവർദ്ധക പ്രൊഡക്റ്റ് ആണ് എന്തുള്ളത്, നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇന്ന് ഒരുപാട് ആൾക്കാർ കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എന്തുണ്ട്, സൗന്ദര്യത്തിന്റെ പുറകെയാണ്. ഇന്ന് ഈ സമയം എന്തെങ്കിലും നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് കുളിച്ച് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഒരിക്കലും കണ്ണാടി നോക്കുന്ന ആൾക്കാരായിരിക്കും ഏതൊരാൾക്കെങ്കിലും. ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും കണ്ണാടി നോക്കാത്ത വ്യക്തികൾ ഉണ്ടായിരിക്കില്ല. കൃത്യമായിട്ട് എന്തെങ്കിലും അതൊരു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന്റെ പുറകെയാണ് പല ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിന്റെ പുറകെ. കാരണം വെച്ചാൽ പല ക്രീമുകളും അപ്ലൈ ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വരുത്തി വെക്കുകയാണ്. കാരണം ക്രീമുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്ന് പല രീതിയിലുള്ള ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്കിൻ ക്യാൻസർ പോലുള്ള നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പല ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരു സൈഡ് എഫക്റ്റോ വിഷയങ്ങളും ഇല്ലാതെ ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് നമ്മൾ ഓൾ ഓവർ സ്കിന്നിനെ, ഒരു ഫേസിനെ എന്നല്ല ഓൾ ഓവർ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്യൂട്ടി കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് പ്രോഡക്റ്റ് കാശ്മീർ വാലിയിലെ കുങ്കുമപ്പൂവാണ് പ്രധാനമായിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് യഥാർത്ഥ ഗ്ലോയിലേക്ക്, ശരീരത്തിന്റെ യഥാർത്ഥ ഗ്ലോയിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ്, ലാസ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐസ്ലിം. പേര് പോലെ തന്നെ ഒരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് അമിതവണ്ണമുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ നിന്ന് നല്ല രീതിക്ക് വർധനമുണ്ട്. അതുപോലെ തന്നെ കൊടുവയറുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ നമ്പർ 1 ആണ് നമ്മുടെ കേരളം എന്നുള്ളതാണ്. അത്തരത്തില് ജീവിതശൈലി മാറിക്കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് ജീവിതശൈലി മാറിക്കഴിഞ്ഞ സമയത്ത് പല ആൾക്കാരും അമിതവണ്ണവും പൊണ്ണത്തടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങൾക്കും, പല ജീവിതശൈലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു വെൽക്കം ബോർഡ് വെച്ചുള്ള ഒരു അവസ്ഥയാണ് അമിതവണ്ണം വന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, വഴി എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കൊരു ആഗ്രഹമുണ്ട് കൃത്യമായിട്ടുള്ള പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ തെറ്റായിട്ടുള്ള
ശാസ്ത്രീയമല്ലാത്ത പല കാര്യങ്ങളും ചെയ്ത കാരണം കൊണ്ട് തന്നെ ശാസ്ത്രീയമല്ലാത്ത പല രീതിയിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മരണം പോലും സംഭവിക്കുന്ന കാര്യം നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും നിലയിക്കൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കുന്ന ബാഡ് ഫാറ്റിനെ പുറന്തള്ളിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലേക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇത് കഴിക്കേണ്ട രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ടാണ് എന്തെങ്കിലും ഐസ്ലിം ചോക്കോബാർ കഴിക്കേണ്ടത്. കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് 5 പ്രൊഡക്റ്റുകൾ പരിചയപ്പെട്ടു. ഈ പ്രൊഡക്റ്റ് ഉത്പാദിക്കുന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് പെർ മന്ത് 5,50,000 പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തുണ്ട് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ആക്ച്വലി ഏതൊരു രാജ്യത്തേക്കാളും ബെസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യമാണ് എന്നുള്ളത് ജപ്പാൻ എന്നുള്ളത്. ഈ ജപ്പാനിൽ ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ മദർ െല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം രാജ്യങ്ങൾ ഏകദേശം 24-ലധികം രാജ്യങ്ങളിൽ എന്ത് ചെയ്തു, ഏകദേശം ഓസ്ട്രേലിയ മുതൽ US വരെ എന്ത് ചെയ്തു, ഏകദേശം ഇന്റർനാഷണൽ പ്രസൻസ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇത് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്, നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാനുള്ളത് എന്ന കാര്യം പറയുന്ന സമയത്ത് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്ത്, ഒരു കസ്റ്റമറുടെ കയ്യിൽ എത്തുന്ന സമയത്ത് അവരുടെ കമ്പനി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അഡ്വർടൈസ് പരസ്യം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഇടനിലക്കാരുണ്ടായിരിക്കും. ഇതിനൊക്കെ കൈമാറിഞ്ഞിട്ടാണ് ഇത് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. ഉദാഹരണത്തിന് ഒരു 100 രൂപയുള്ള ഒരു വില ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടനിലക്കാർ പരസ്യം കൈമറിഞ്ഞ് വരുന്ന സമയത്ത് കമ്പനിക്ക് വരുന്നുണ്ടായിരിക്കും ആകെ ചെലവ് 30 രൂപയായിരിക്കും, 30% ഓക്കെ. അതിൽ അവരുടെ ലാഭവും അവരുടെ ചെലവ് എല്ലാ കാര്യങ്ങളും 30% ചെലവുണ്ട്. ബാക്കി വരുന്ന 70% ഇത്തരത്തിലുള്ള ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി കൈമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരുവിധ ഓപ്പർച്യൂണിറ്റിയും ഇല്ല എന്നുള്ളതാണ്. ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മളോട് പരിചയപ്പെടുത്തുന്ന കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ഇടനിലക്കാരെയും പരസ്യക്കാരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. അതിൽ നമുക്ക് കമ്പനി അവിടെ ഉണ്ടായിരിക്കും, ഇടനിലക്കാരെയും പരസ്യക്കാരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. അവിടെ വരുന്ന ഒരു വർക്ക് നമ്മൾ ഏറ്റവും ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകളിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു അവസരം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് 3D സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. കാരണം നിങ്ങൾ ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരടങ്ങുന്ന വലിയൊരു ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ തന്നെ കൃത്യമായി നിങ്ങൾ പ്രൊഡക്റ്റ് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വരുമാനം എത്തിച്ചേരാൻ വേണ്ടിയിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടും കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ട്രെയിൻ തരാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള വൈബ്രന്റ് വിവ എന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തുണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ VBO ആയി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇദ്ദേഹം ജോൺ ഡി റോൺഫെല്ലോ എന്ന വ്യക്തിയാണ്. അതായത് കോടീശ്വരന്മാരിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ തിയറി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ 100% എഫേർട്ടിലൂടെ വരുമാനം കണ്ടെത്താന്നുപരി താൻ ആഗ്രഹിക്കുന്നത് 100 പേരുടെ ഓരോ ശതമാനം വെച്ചിട്ട് അതിലൂടെ തന്റെ 100% എഫേർട്ടിലേക്ക് തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമാനം കണ്ടെത്തുന്നതാണ് മറ്റുള്ളവരുടെ സമയം നമ്മുടെ സമയമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ വരുമാനം കണ്ടെത്തുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ബിസിനസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ അവസരം ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ വേണ്ടപ്പെട്ട 2 സുഹൃത്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റും, ഈ അവസരം ഈ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയുന്ന 2 പേരിലൂടെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു വലിയ ടീമിലേക്ക്, വലിയൊരു പവർ ഓഫ് ടീം വർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ 2 പേരിൽ തുടങ്ങി അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ബിസിനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ ഡുവൽ ടീം റവന്യൂ ലഭിക്കുന്നുണ്ടാവുക, നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും. 2 ഓർഗനൈസേഷൻ നടക്കുന്ന ബിസിനസ് ഓളിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ടായിരിക്കും. ഏകദേശം ഫസ്റ്റ് ഓർഗനൈസേഷനിൽ ഏകദേശം 1200 ഗ്രൂപ്പുകളെയും സെക്കൻഡ് ഓർഗനൈസേഷനിൽ 1400 ഗ്രൂപ്പുകളെയും മാച്ച് ചെയ്യുന്ന സമയത്ത് ആ വീക്കിലി നിങ്ങളുടെ പ്രോഫിറ്റ് എന്തുണ്ടാവും, 12,000 രൂപ നിങ്ങളുടെ വീക്കിലി പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ നിന്ന് 2000 ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ 1300 ഗ്രൂപ്പുകളെയും മാച്ച് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലെ ബാലൻസ് ഉള്ള 200 ഗ്രൂപ്പുകളെയും ആഡ് ചെയ്തുകൊണ്ട് 1500 രൂപ മാച്ച് ഉണ്ടായിരിക്കും. വീക്ക്ലി പ്രോഫിറ്റ് 15,000 രൂപയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ആ വീക്ക്ലി പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം 3000 ഗ്രൂപ്പുകളിൽ മാച്ച് ചെയ്യുന്ന സമയത്ത് വീക്ക്ലി പ്രോഫിറ്റ് 30,000 രൂപയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വീക്ക്ലി ഏകദേശം 5000 ഗ്രൂപ്പുകളിൽ എന്നതിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങളുടെ വീക്ക്ലി പ്രോഫിറ്റ് 50,000 രൂപയായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 10,000 ഗ്രൂപ്പുകളിൽ എന്നതിലേക്ക് മാറുന്ന സമയത്ത് വീക്ക്ലി പ്രോഫിറ്റ് 1 ലക്ഷം രൂപയായിട്ടും അതുപോലെ തന്നെ ബിസിനസ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഏകദേശം 2
2 to 5 വർഷം കൊണ്ട് ഏകദേശം 25,000 എന്ന രീതിക്ക് ഓരോ ആഴ്ചയിലും ഗ്രൂപ്പുകളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ വീക്ക്ലി പ്രോഫിറ്റ് 2,50,000 രൂപ എന്നതിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. വീക്കിലി 2,50,000 രൂപ എന്ന് പറഞ്ഞാൽ മാസം 10 ലക്ഷം രൂപ. സാധാരണ രീതിക്ക് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ മാസം 10 ലക്ഷം രൂപ വരുമാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ 10 മുതൽ 15 കോടി വരെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ വീക്കിലി 2.5 ലക്ഷം മാസം 10 ലക്ഷം എന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അത് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന സമയത്ത് എഫക്റ്റീവ് ആയിട്ടുള്ള പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വീക്കിലി 2.5 ലക്ഷം മാസം 10 ലക്ഷം എനിക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഏകദേശം നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങളുടെ 2 ഫ്രാഞ്ചൈസി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ വീക്കിലി പ്രോഫിറ്റ് നിന്നുണ്ടാവും നിങ്ങൾക്ക് 3,000 രൂപയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ കൊണ്ടുവന്നുള്ള 2 ഫ്രാഞ്ചൈസിയിലൂടെ അവരുടെ രണ്ട് ഫ്രാഞ്ചൈസി അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രൊഡക്റ്റ് വിൽപ്പനയ്ക്കാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ആ വീക്കിലി പ്രോഫിറ്റ് നിന്നുണ്ടാവും 6,000 രൂപയായിട്ട് നിങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കും. തുടർച്ചയായിട്ട് 8 ആഴ്ച തുടർച്ചയായിട്ട് ഈ ഒരു പ്രോസസ് തുടർച്ചയായിട്ട് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്കിലി പ്രോഫിറ്റ് 2,50,000 രൂപ എന്നതിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ്, ഒരു വീട്ടമ്മയാണ്, എനിക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ചെയ്യാൻ അറിയില്ല, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ലിസ്റ്റ് പോസിബിലിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 മാസം കൂടുന്ന സമയത്താണ് നിങ്ങൾ 2 ഫ്രാഞ്ചൈസി നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീക്ക്ലി പ്രോഫിറ്റ് 3,000 രൂപയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഫ്രാഞ്ചൈസിയിലൂടെ അവരുടെ 2 ഫ്രാഞ്ചൈസി അടുത്ത 3 മാസം കൂടുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ വീക്ക്ലി പ്രോഫിറ്റ് 6,000 രൂപയായിട്ടും തുടർച്ചയായിട്ട് ഈ ഒരു പ്രോസസ് 24 മാസം അതായത് 2 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക്ലി പ്രോഫിറ്റ് 2,50,000 രൂപ എന്നതിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്രോഡ്പതി കാറ്റഗറിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത്. അതിനൊരു 9 സ്റ്റെപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് സ്റ്റാർ എന്നൊരു റാങ്ക് ഉണ്ടായി, അതുപോലെ തന്നെ സ്റ്റാർ 250, സ്റ്റാർ 500 ആൻഡ് സ്റ്റാർ 1000, റൂബി എക്സിക്യൂട്ടീവ്, പേൾ എക്സിക്യൂട്ടീവ്, എമറാൾഡ് എക്സിക്യൂട്ടീവ് ആൻഡ് സഫയർ എക്സിക്യൂട്ടീവ് കടന്ന് ഏകദേശം 1 കോടി രൂപ വരുമാനം വാങ്ങി നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോ ആപ്ലിക്കന്റ് ആരാണോ അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം നിങ്ങളുടെ വരുമാനത്തിന് പുറമെ 50,000 രൂപ കോ ആപ്ലിക്കന്റ് റവന്യൂ നിന്നുണ്ടാവും അവസരത്തിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഒരുപാട് റിവാർഡ്സും എന്ത് കമ്പനി നൽകുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തു കമ്പനി 3ാമത്തെ റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ 500 എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും ആക്സിഡന്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനി സ്റ്റാർ 1000 എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ ഷെറാട്ടണിൽ കമ്പനി സ്റ്റാർ സമ്മിറ്റ് എന്നൊരു പ്രോഗ്രാം എന്നിട്ട് ആക്ച്വലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്യാനുള്ള അവസരം എന്തുണ്ടാവും ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിത്ത് കോപ്ലിക്കന്റ് തായ്ലൻഡിലേക്ക് ഫ്രീ ആയിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ ഒരു ഇനീഷ്യൽ എമൗണ്ട് ആക്ച്വലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി കാറുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലേക്ക് വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എമറാൾഡ് എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് വിത്ത് കോപ്ലിക്കന്റ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഫയർ എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ദുബായിലേക്ക് ഇന്ന് പല ആൾക്കാരും ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്ന ദുബായിലേക്ക് ഒരു ടൂറിസ്റ്റ് ആയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്യാൻ ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഏകദേശം സിംഗപ്പൂർ ആൻഡ് സ്റ്റാർ ക്രൂസ് എന്ത് ചെയ്യാൻ പറ്റും വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്യാൻ അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. തീർന്നിട്ടില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ഏകദേശം എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് വർണ്ണ വൈവിധ്യങ്ങളുടെ രാജ്യമായിട്ടുള്ള ചൈനയിലേക്ക് വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെലിവിഷനിലും മറ്റു മാധ്യമങ്ങളിലും മാത്രം പരിചയമുള്ള സൗത്ത് ആഫ്രിക്കയിലേക്ക് വിത്ത് കോപ്ലിക്കന്റ് എന്ത് ചെയ്യാൻ പറ്റും എൻജോയ് അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് വിത്ത് കോപ്ലിക്കന്റ് എൻ്റെ യൂറോപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള നമ്മുടെ പ്രസ്റ്റീജിയസ് റാങ്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഡയമണ്ട്സിലെ ഏറ്റവും വില കൂടിയ ഡയമണ്ട് ആയിട്ടുള്ള ബ്ലാക്ക് ഡയമണ്ട് റിങ്ങും ഒരു ലേഡീസിന് പെൻഡന്റും ഇതിന് ആക്ച്വലി ഫ്രീ ആയിട്ട് നിങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല ആ റാങ്കിൽ തന്നെ ഏകദേശം 10 ലക്ഷം രൂപയുടെ ക്യാഷ് റിവാർഡും എന്തുണ്ടായിരിക്കും ആ ഒരു ബ്ലാക്ക് ഡയമണ്ട് എന്ന റാങ്കിൽ നിങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ റോയൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡ് ന്യൂ പോർഷെ കാർ ആക്ച്വലി ഫ്രീ ആയിട്ട് നിങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കും.
അതേ റാങ്കിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് വിത്ത് കോപ്ലിക്കേറ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പീരിയൽ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഏതൊരാളും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഗോൾഡ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഈ റാങ്കിൽ എന്തുണ്ട് 1 പവനോ 5 പവനോ 10 പവനോ അല്ല 24 കാരറ്റ് 1 കിലോ ഗോൾഡ് നിന്നുണ്ടാവും. ഈ റാങ്ക് നിങ്ങൾക്ക് റിവാർഡായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല അതേ റാങ്കിൽ തന്നെ നമുക്ക് ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്നറിയപ്പെടുന്ന റോയൽ കരീബിയനിലും വിത്ത് കോപ്ലിക്കന്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊസ്റ്റീജിയർ റാങ്ക് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ എന്ന റാങ്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഏതൊരാളും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒന്ന് സെൽഫി എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ബുർജ് ഒരു അപ്പാർട്ട്മെന്റ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതേ റാങ്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത സ്വപ്നം പോലും കാണാൻ സാധിക്കില്ലാത്ത സ്പേസിലേക്ക് വിത്ത് കോപ്ലിക്കേറ്റ് എൻജോയ് ചെയ്ത് വരാനുള്ള അവസരം എന്തുണ്ടായിരിക്കും ലഭിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നേടിയിട്ടുള്ള വ്യക്തികളുണ്ടോ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് കമ്പനി ഓൾ ഓവർ ഇന്ത്യയില് കമ്പനി സക്സസ് സ്റ്റോറി നോക്കുന്ന സമയത്ത് ഏകദേശം 106 ക്രോഡ്പതിസ് എന്ത് ചെയ്യുന്നുണ്ടോ ഇതിനോട് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രൗഡോട് കൂടി പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 250 കോടീശ്വരനെ ഇതിനോട് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രൗഡോട് കൂടി പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുന്നത് ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഈ ഓർഗനൈസേഷൻ മാത്രം 14 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് പല കാറ്റഗറിപ്പെട്ടുള്ള ആൾക്കാരെ നിന്നുണ്ട് ഈ ഒരു അവസ്ഥ ഈ ഒരു അച്ചീവ് ചെയ്തിട്ട് 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ലഭിക്കുന്നുണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളെ KVD ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓർഡർ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അവസരത്തിന്റെ ഭാഗമാവാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 3 ലെവലിൽ നിങ്ങൾക്ക് ഈ അവസരത്തിന്റെ ഭാഗമാവാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഒരു ടോപ്പ് ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ഡിസ്കൗണ്ടായിട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ സാധിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ അവസരത്തിന്റെ ഭാഗമാവാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇനി അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസ് ലെവൽ പ്ലാനിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരത്തിന്റെ ഭാഗമാവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള കോട്ടിംഗ് ആണ്. കാരണം ആന്റണി റോബിൻസന്റെ പ്രശസ്തമായ കോട്ടിംഗ് ആണ് ഈ മൊമെന്റ്സ് ഓഫ് ഡെസ്റ്റിനിയെ ഷേപ്പ് എന്നുള്ളത്. ചില നിമിഷങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അവസരം കിട്ടുന്ന സമയത്ത് ഈ നിമിഷത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. കമ്പനി ഒരു വ്യാപകം മാത്രം വരുന്ന ഒരു കമ്പനിയല്ല. കമ്പനിയുടെ ഓൺ ടവറിൽ നിന്നുണ്ട് മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു നോൺ പ്രോഫിറ്റ് സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിതിന്റെ അവസരത്തിന്റെ ഭാഗമാവുന്ന സമയത്ത് അതിലൊരു ഭാഗമാക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ടോ സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത്. മാത്രമല്ല നമ്മൾ പല മേഖലയിൽപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. ആ കാര്യം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കൃത്യമായി ട്രെയിനിങ് തരാൻ വേണ്ടിയിട്ട് ഓരോ ആഴ്ചയിലും ശനിയാഴ്ച ദിവസങ്ങൾ BOM എന്ന് പറഞ്ഞ ട്രെയിനിങ് സിസ്റ്റം എന്തുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ട്രെയിനിങ് സിസ്റ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പോലെ തന്നെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും സാധിക്കുന്നുണ്ടായിരിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. Wish you all the very best. Jai Hind, Jai Hind. Thank you all. I love you all. Okay, thank you so much. Wonderful presentation, Mr. Haridhas sir. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൊജക്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഹരിദാസ് സാറിന് എല്ലാവരും നല്ലൊരു ഹാർഡ് സിമ്പിൾ അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലാപ്പും കൊടുക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു പ്ലാൻ കേട്ടു, എന്താണ് ഈ ഒരു പ്രൊജക്ട്, എന്താണ് ഈ ഒരു കമ്പനി, എന്താണ് അതിന്റെ ലീഗാലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം പ്രാവർത്തികമാകുന്ന കാര്യമാണോ എന്നത്. അപ്പൊ നമുക്ക് സമയക്കുറവ് പോലെ തന്നെ ഒരു 2 വ്യക്തികളുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്താ കേൾക്കാം. ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു ഇന്ത്യൻ അവസരം ഏറ്റെടുത്തുകൊണ്ട് കമ്പനിയിൽ നിന്ന് 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമാകില്ല ഒരു ലേഡി ഓണ്ടർപ്രണർ കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സെലീന മാഡത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. പ്ലീസ്. താങ്ക് യു മാഡം. എന്റെ പേര് സലീന, സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. അപ്പോ എന്താ പറയാ, ഞാൻ ഈ ഒരു അവസരം എന്റെ കരുതി ചേർന്ന ദൈവത്തിനോടും എന്റെ സ്പോൺസറിനെ അവസ്ഥ നന്ദി പറയാണ്. കാരണം ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടിയത്. എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഇന്ന് കേട്ടിരിക്കുന്ന ഈ ഒരു BOPയിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഞാനും കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. എന്റെ ഭാഗ്യവശാൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാനും ഒരിക്കലും ഇത്രയും സാധാരണ വീട്ടമ്മയായതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര ഒരു എന്താ പറയാ എന്നെ കൊണ്ട് സാധിക്കുമോ, ഇത് മാത്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്ന ലെവലിൽ ഞാൻ കേട്ടിരുന്ന സമയത്ത് ഞാൻ ഇതിന്റെ മൊത്തം മനസ്സിലാക്കിയപ്പോ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടും എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്.
അറിയാലോ, സാധാരണ വീട്ടമ്മയായ ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടാലൊന്നും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വെറും 500 രൂപ മാത്രം പ്രതീക്ഷിച്ച് ഇവിടെ വന്ന എനിക്ക് ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിൽ 500 ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വെറും 500 മാത്രമല്ല, എന്നെപ്പോലും ഒരുപാട് 500 വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വ്യക്തികളിലേക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രൈവറ്റ് മേഖല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ എനിക്ക് മാസ വരുമാനം 15,000 മാത്രമായിരുന്നു. അവിടെ എനിക്ക് ഒരുപാട് ടാർഗറ്റും പ്രഷറും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ അവസരം എന്റെ കയ്യിൽ കിട്ടിയത്. ഇവിടെ എനിക്ക് ടാർഗറ്റ് പ്രഷർ ഒന്നുമില്ല. ഞാൻ 15,000 മാസം അവിടെ വാങ്ങിയിരുന്ന മാസങ്ങളിൽ നിന്നും അവിടെ നിന്നും ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു അവസരം ഏറ്റെടുത്തെങ്കിലും അവിടെ നിർത്തിക്കൊണ്ട് ഇത് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത സമയത്ത് എനിക്ക് ഇവിടെ നിന്നും മാസത്തില് സാധാരണ വീട്ടമ്മയായിരുന്നു എനിക്ക് 82,500 രൂപ വരെ വരുമാനം ഇവിടെ വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്. ഇന്ന് ഞാൻ നിൽക്കുന്ന സമയത്ത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് എനിക്ക് 10 ലക്ഷത്തിനടുത്ത് വരുമാനം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇന്ന് എന്റെയും എന്റെ മക്കളുടെയും ഓരോ ആഗ്രഹങ്ങൾ ഇന്ന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം എന്റെ കയ്യിൽ കിട്ടിയത് മാത്രമാണ്. ഈ അവസരം കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇന്ന് ഇത്രത്തോളം വരുമാനം വാങ്ങിക്കാനോ നല്ല രീതിയിൽ എന്റെ ഓരോ ആഗ്രഹങ്ങളും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇന്ന് എന്റെയും എന്റെ മക്കൾക്കും വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മ ഒരു ലേഡി എന്ന നിലയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നോട് മാത്രമാണ്. ഞാൻ വിചാരിച്ചിരുന്നു എന്നെ പോലത്തെ ലേഡീസിന് കഴിയില്ല എന്ന് മാത്രം വിചാരിച്ചിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത ഹരിദാസ് സാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലാക്കി ഒരു 3D സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. ആ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ബിസിനസ് ഇത്ര വരുമാനം വാങ്ങിക്കാൻ സാധിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും വിചാരിക്കും എന്നെ കൊണ്ട് കഴിയില്ല, അത് എനിക്ക് സാധിക്കില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലുമല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്ത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസരം മുറുകെ പിടിക്കുക. നമ്മൾ ഇന്ന് ആരാണോ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ വിളിച്ചിട്ടുള്ളത്, ഈ ഒരു പ്രോഗ്രാം കേട്ട ഉടൻ കഴിഞ്ഞ ഉടൻ നിങ്ങൾ എന്താ വെച്ചാൽ അവരെ വിളിക്കുക, അവരെ കൂടെ നിൽക്കുക, ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും ആഗ്രഹം നിങ്ങൾക്ക് നേടിക്കാൻ സാധിക്കട്ടെ. അത് നിങ്ങളുടെ ഒരു ഭാഗമാകുക എന്നുള്ള മാത്രമാണ് നിങ്ങൾ ചെയ്തത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ കൂടെ വന്നിട്ടുള്ള നിങ്ങളുടെ സ്പോൺസർ നിങ്ങൾക്ക് കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അവസരം ഏറ്റെടുത്തുകൊണ്ട് നാളെകളിൽ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നിർത്തുന്നു. താങ്ക് യു ഓൾ. Okay, thank you so much. Wonderful experience sharing, Mrs. Selina Madam. Okay, thank you, Madam. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സ്പീരിയൻസ് കേൾക്കാം. ഒരു പ്രവാസി ആയിരിക്കുക ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കമ്പ്യൂട്ടറിൽ നിന്നും ഇതുപോലെ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ പേൾ എക്സിക്യൂട്ടീവ് റാങ്കിൽ നിൽക്കുന്ന മിസ്റ്റർ ഹംസ സാർ ഞാൻ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഹംസ. പേര് വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയ ഹംസ PT, പാലക്കാട് ജില്ലയിലെ കാരക്കാടാണ് എന്റെ സ്വദേശം. സൗദി അറേബ്യയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുവൈത്തിലുള്ള എന്റെ ഒരു സുഹൃത്ത് ഈ ഒരു ബിസിനസ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ബിസിനസ് പരിചയപ്പെട്ടതും ഈ ഒരു ബിസിനസിന്റെ ഭാഗമായതൊക്കെ ഒരുപാട് സംശയത്തോടു കൂടെ തന്നെയാണ്. കാരണം നാട്ടിൽ പല ജാതി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പല ലീഗലല്ലാത്ത കമ്പനികളും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു, തന്നെയുമല്ല ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിന് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും പഠിച്ചു മനസ്സിലാക്കി. കമ്പനി ലീഗലാണ്, മോറലാണ്, പ്രാക്ടിക്കലാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രോഡക്റ്റുകളെല്ലാം പക്ക റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണെന്നും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് ബയോആക്ട് ജപ്പാനാണെന്നും മനസ്സിലായി. തന്നെയുമല്ല ഞാൻ എടുത്തു കൊടുത്ത പ്രോഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ടും കിട്ടി. പിന്നെ ഞാൻ എടുത്ത ഡിസിഷൻ, അന്ന് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോൻ അംജദിനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. പിന്നെ എന്റെ വൈഫിന്റെ ബ്രദറിനെ അസോസിയേറ്റ് ചെയ്തു. ഇന്റിമേറ്റും അല്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സൗദിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം 12-13 മണിക്കൂറോളം വർക്ക് ഉണ്ട്. അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നാട്ടിലത്തെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് വന്നു. സാധാരണ ഗൾഫിൽ വരുന്നത് പോലെ 6 മാസം ലീവിൽ നാട്ടിൽ വന്നതാണ്. നാട്ടിൽ വന്നപ്പോൾ ഈ ബിസിനസ് ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്തു. സീരിയസ് ആയി ചെയ്യാനുണ്ടായ കാരണം കഴിഞ്ഞ 28 വർഷത്തോളമായിട്ട് പ്രവാസിയാണ്, സൗദി അറേബ്യയിലാണ്. ഓരോ വരവിനും ആഗ്രഹിച്ചിരുന്നു ഫാമിലിന്റെ കൂടെ സെറ്റിൽ ആവണം. അതിനു വേണ്ടിയിട്ട് പല തുടങ്ങി. പക്ഷെ ഒന്നും ക്ലിക്കായി. വളരെ സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ കമ്പനിയിൽ നിന്ന് 2,50,000 രൂപ പ്രോഫിറ്റ് വാങ്ങി കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് റാങ്കിലെത്തി. ആ സമയത്ത് ഞാൻ എന്റെ സ്പോൺസറിനെ വിളിച്ചു വിസ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. വിസ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഞാനും എന്റെ ചെറിയ ടീമും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് കമ്പനിയിൽ നിന്നും 7,50,000 രൂപ പ്രോഫിറ്റ് വാങ്ങി കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള മലേഷ്യൻ ട്രിപ്പ് ഞാനും എന്റെ വൈഫും ക്വാളിഫൈ ചെയ്തുകൊണ്ട് കമ്പനിയുടെ പെൽ എക്സിക്യൂട്ടീവ് റാങ്കിലെത്തി. ഇന്ന് വീക്കിലി ഹൈയസ്റ്റ് ഇൻകം 40,000
50,000 രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സംരംഭങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവസരത്തിന്റെ പ്ലാനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. നല്ല തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. വിഷ് ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് യുവ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഷെയറിംഗ് മിസ്റ്റർ ഹംസ സാർ. അപ്പൊ നമുക്ക് രണ്ട് വ്യക്തികളുടെ എക്സ്പീരിയൻസ് കേട്ടു, നമ്മൾ ഈ ഒരു പ്രൊജക്ട് കേട്ടു, എക്സ്പീരിയൻസ് കേട്ടു. അപ്പൊ ഇന്ന് നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇന്ന് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ കാണുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ഇന്ന് നമുക്ക് ഈ ഒരു പാർട്ട്, നമുക്ക് ഈ ഒരു കീനോട്ട് സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവൈലബിൾ ആണ്. ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഈ ഒരു ഇന്ത്യൻ അവസരം ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിലും ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലും വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കമ്പനിയിലൊക്കെ പച്ചകെത്തി എന്ന് പറഞ്ഞ പോലെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിൽ നിൽക്കുന്ന 20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ഒരു ലീഡർ ആണ് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ലീഡറിനെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം എമറാൾഡ് എക്സിക്യൂട്ടീവ് ലീഡർ മിസ്റ്റർ മുർഷിദ് സാർ. പ്ലീസ് വെൽക്കം. ഗുഡ് ഈവനിങ്. എന്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. എന്നെ മനോഹരമായി പരിചയപ്പെടുത്തി. എന്റെ പേര് മുർഷിദ് എന്നാണ്. എന്റെ സ്വദേശം വളാഞ്ചേരിയാണ്. എന്റെ സ്വദേശം മലപ്പുറം ജില്ലയില്. അപ്പോ ഒരുപാട് ആളുകളെ മീറ്റിംഗിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ആദ്യം തന്നെ മുഴുവൻ ആളുകളെയും ഈ ഒരു പുതുതായിട്ട് ഈ ഒരു പ്രൊജക്ട് കേൾക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ഒരു ഫാമിലിയിലോട്ട് വളരെ സ്നേഹപൂർവ്വം ഞാൻ വെൽക്കം ചെയ്യാണ്. എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ പേര് ഞാൻ സൂചിപ്പിച്ച മുർഷിദ് എന്നാണ് എന്റെ പേര്. ഞാന് ബേസിക്കലി ഞാൻ സ്റ്റുഡന്റ് ആയിരിക്കുകയാണ് നിങ്ങളെ പോലെ ഈ പ്രൊജക്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾ പുതുതായിട്ട് പ്രൊജക്ട് കേട്ടു, ഈ ഒരു അവസരം കേട്ടു. എന്ത് മനോഭാവത്തിലാണ് നിങ്ങൾ ഈ നിലവിലൂടെ ഇരിക്കുന്നത്, ഈ ഒരു മീറ്റിംഗിൽ നിങ്ങൾ ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെ ആണെങ്കിലും ഐഡിയാസ് നിങ്ങളെ കയ്യിൽ കിട്ടിയ ഇതേ ഓപ്പർച്യൂണിറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാനും നിങ്ങളെ പോലെ ഒരുപാട് സംശയത്തോട് കൂടിയിട്ടായിരുന്നു ഞാനും അന്ന് ഈ പ്രൊജക്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാട്ടില് ഹോസ്പിറ്റലൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാ ആളുകൾക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ പോലെ ഒരു ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. അതേപോലെ തന്നെ ഈ സംരംഭത്തിലൂടെ വലിയ നേട്ടങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഈ സംരംഭത്തിലൂടെ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ജോലികളും ഒഴിവാക്കിയിട്ട് ഈ പ്രൊജക്ട് ഏറ്റെടുത്താൽ പോലെ എന്നൊക്കെ പല ന്യായമായ സംശയങ്ങൾ പല ആളുകൾ ഉള്ളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ടായിരിക്കും. നിങ്ങളെ പോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു മീറ്റിംഗ് ഹാളില്, അതുപോലെ ഡിജിറ്റൽ മീറ്റിംഗ് അല്ലായിരുന്നു, അതൊരു ഫിസിക്കൽ മീറ്റിംഗ് ആയിരുന്നു. ഒരു 20 പേരടങ്ങുന്ന ഒരു ചെറിയൊരു മീറ്റിംഗിൽ ഇരുന്നിട്ട് ഞാനും ഇതുപോലെ പല സംശയങ്ങളും എന്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സംശയത്തിനുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് ആ ഒരു മീറ്റിംഗ് ഹാളിൽ നിന്നും ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സമയത്താണ് ഞാൻ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ ആ സമയത്ത് സ്റ്റുഡന്റ് ആയിരുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ന്യായമായ രീതിയിൽ മാന്യമായ രീതിയിൽ ലീഗലായിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് അവസരം ഏറ്റെടുക്കും എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടി നിൽക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് വഴി ഈ ബിസിനസ് അവസരം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ എടപ്പാൾ വെച്ചിട്ടാണ് ഞാൻ ഈ പ്രൊജക്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. കേട്ട സമയത്ത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ താല്പര്യത്തോട് കൂടി ആ പ്രോഗ്രാമിൽ ഇരുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രോഗ്രാമിൽ പറഞ്ഞു 2 പോയിന്റുകളായിരുന്നു. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ്സുകാരനാവണം. ശരിയല്ലേ? നമ്മുടെ നാട്ടില് നല്ല വീട് വെച്ച ആളുകള്, നല്ല കാർ ഉപയോഗിക്കുന്ന ആളുകള്, നല്ല ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകള്, വിദേശ രാജ്യങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളുകള്, ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ പോലും വരുമാനം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇവരൊക്കെ ബിസിനസ്സുകാരാണെന്നുള്ളത്. എന്നാൽ ഒരു സാധാരണക്കാരന് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കാൻ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും എന്റെ ഫാമിലിയിൽ ഇല്ല. രക്ഷപ്പെടാൻ വേണ്ടി അതിയായ ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കാൻ വേണ്ടി എന്റെ ഫാമിലിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കേട്ടപ്പോ എനിക്ക് ആദ്യം എന്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഇവിടെ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്നെ ആദ്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് ടീച്ചറായിട്ട് അവിടെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരാൻ പോകുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കഴിഞ്ഞു പോയ മേഖലയല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, വരാൻ പോകുന്ന മേഖല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് തൊട്ടടുത്ത ടൗണില് ഒരു STD ബൂത്ത് ഇന്നത്തെ കാലത്ത് തുടങ്ങി കഴിഞ്ഞാൽ വല്ല വിജയം ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് ഒരിക്കലും ഇല്ല. കാരണം അതിന്റെ കാലം കഴിഞ്ഞു പോയി. ഇന്ന് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണായി. STD ബൂത്തിന്റെ ആവശ്യമില്ല.
എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ ഒരുപാട് മേഖലകളുണ്ട്, വരാൻ പോകുന്ന ഒരുപാട് മേഖലകളുണ്ട്. എന്നാൽ ലോകത്ത് കഴിഞ്ഞു പോയ മേഖലയിൽ നമ്മൾ ഇനി ഫോക്കസ് ചെയ്തുകൊണ്ടോ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എമർജ് ചെയ്ത് വരുന്ന ഉദിച്ചു വരുന്ന ഏത് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലും ആ ഒരു മേഖലയിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെട്ടുള്ള ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാ എക്കണോമിസ്റ്റുമാരും എല്ലാ ബിസിനസ്സുകാരും വേൾഡ് മൊത്തമായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലോകത്ത് ഇനി നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രിയില് ബിസിനസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണെന്നുള്ളത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ ഒരു പ്രവചനം നടത്തിയ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പോൾസൺ പിൽസർ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പ്രൊഡിക്ടർ ആണ്. വരാൻ പോകുന്ന മേഖലകളെ കുറിച്ച് മുൻകൂട്ടി അദ്ദേഹം പ്രവചിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ആണ് 80 കാലഘട്ടത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അവിടെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മേഖല നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു അല്ലെ. ഇന്ന് വാഹനം ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇതൊരു വാഹനത്തിന് സഹായം ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 2000 കാലഘട്ടത്തിൽ ഇതേ വ്യക്തി ഡോക്ടർ പോൾസൺ പിൽസർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് ലോകത്തിന് നെക്സ്റ്റ് വളരാൻ വേണ്ടി പോകുന്ന മേഖല IT ഇൻഡസ്ട്രി ആണ് അദ്ദേഹം പറഞ്ഞു. ആ മേഖലയിൽ ലോകത്ത് ഇന്ന് വന്നു. ഇന്ന് IT ഇൻഡസ്ട്രിക്ക് ഇറങ്ങിയ ആളുകളൊക്കെ ഇന്ന് ലോകത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വാഹനം മൊബൈൽ ഫോൺ ഇല്ലാതെ അല്ല IT മേഖല വാഹനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അല്ല, വാഹനത്തിന് വേണ്ടി ഒരു ബസ്സിന് വേണ്ടി നമ്മൾ 10 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഇതേപോലെ തന്നെ മന്ത്ലി നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 300 രൂപ ചെയ്യുന്നുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ IT ഇൻഡസ്ട്രിയും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും നമുക്ക് ചെലവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോകത്ത് വളരാൻ പോകുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖല. ആരോഗ്യ മേഖലയും പ്രിവെൻഷൻ മേഖലയും. ഇപ്പൊ ഹെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് അല്ലെ, ആരോഗ്യം. ഇതിന് നേരെ ഓപ്പോസിറ്റ് വേർഡാണ് വെൽനസ്. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശരീരത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഇൻഡസ്ട്രിയെ പറഞ്ഞ പേരാണ് വെൽനസ് ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഇന്ന് കേട്ടിട്ടുള്ള ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെനിക്ക് അവിടുന്ന് മനസ്സിലായപ്പോ, വരാൻ പോകുന്ന മേഖലയാണെന്ന് മനസ്സിലായപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ട് മാറാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും പുതിയൊരു മേഖല ആയതുകൊണ്ട് വീട്ടിൽ നിന്നൊക്കെ നല്ല എതിർപ്പുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരു മേഖലയിലേക്ക് വരുന്നത്. നല്ല എതിർപ്പ് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഈ ഒരു സംരംഭത്തിൽ കയറി നിന്ന സമയത്ത് തുടക്ക സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, കമ്പനി ഉണ്ടായിരുന്നു, വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ലീഡേഴ്സിന്റെ കൂടെ ഞാൻ ഇന്ന് പ്രവർത്തിച്ചപ്പോ എന്ത് നേട്ടം ലൈഫിൽ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ സംരംഭത്തിന്റെ കൂടെ ഞാൻ തുടക്കത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, നീ തീരുമാനം തെറ്റാണ്, ഈ സംരംഭത്തിലൂടെ ഒന്നും ജീവിതത്തെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല, ഇതിലൂടൊന്നും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല, ഒരു 5000 രൂപയെങ്കിലും ഉണ്ടാക്കി നീ വായോടാ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ഈ കോളേജിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ സംരംഭത്തിൽ എനിക്ക് വിശ്വാസമായിരുന്നു, ഈ കമ്പനിയിലേക്ക് വിശ്വാസമായിരുന്നു, ലീഡേഴ്സിലേക്ക് വിശ്വാസമായിരുന്നു. ഞാൻ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചപ്പോ മൈഡിയസ് നിങ്ങൾ വിശ്വസിക്കുക, 6-7 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു സംരംഭത്തിലൂടെ വലിയ നേട്ടങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ കോളേജിലോട്ട് പിന്നീട് തിരിച്ചു പോണത് എന്റെ സ്വന്തം കാറിലായിരുന്നു. എന്റെ ജീവിതത്തിൽ 19ാമത്തെ വയസ്സിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണത്. മാത്രമല്ല ആ സമയത്ത് എന്റെ മന്ത്ലി ഇൻകം പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് അദ്ദേഹം അവിടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. കോളേജിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ്. 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ കിട്ടിയ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടുന്ന മന്ത്ലി സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 രൂപയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ഒരു 6-7 മാസം കൊണ്ട് എന്റെ മന്ത്ലി ഇൻകം ഈ സംരംഭത്തിലൂടെ 1 ലക്ഷം രൂപക്ക് മുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന റേഞ്ചിലോട്ട് എന്നെ ഈ ഒരു കമ്പനി സിസ്റ്റം മാറ്റുന്നതാണ്. ഇന്ന് നിങ്ങളൊരു സംസ്ഥാന സമയത്ത് വളരെ പ്രൗഡായിട്ട് പറയാണ്, കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ നിന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ന് ജീവിതത്തിൽ ഒട്ടനേക നേട്ടങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റി. വീക്കിലി എന്റെ ഹൈയസ്റ്റ് ഇൻകം 72,000 രൂപയോളം എനിക്ക് ഉയർത്താൻ ഈ സംരംഭം എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഥവാ മന്ത്ലി 2.5 ലക്ഷം രൂപക്ക് മുകളിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ആ റാങ്കിലോട്ട് എന്നെ ഈ ഒരു സംരംഭം മാറ്റിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യങ് ഏജിൽ ഈ സംരംഭത്തിലോട്ട് വന്നു, ഈ വരാൻ പോകുന്ന മേഖലയാണ് എന്ന് വിശ്വസിച്ച് ഈ കമ്പനിയിലും ലീഡേഴ്സിനും വിശ്വസിച്ച് പ്രവർത്തിച്ചപ്പോ എന്റെ ലൈഫിൽ ഇത്രയും വലിയ നേട്ടങ്ങൾ ഈ ബിസിനസ് വഴി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപക്ക് മുകളിൽ ഈ സംരംഭത്തിലൂടെ ടോട്ടൽ പ്രോഫിറ്റ് എടുക്കാൻ എന്നെ ഈ സംരംഭം ഹെൽപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പുതിയതായ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിന് വരാൻ പോകുന്ന ഒരു മേഖലയാണ് നിങ്ങളോട് പരിചയപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ യാതൊരു തടസ്സമില്ലാതെ
നിലവിൽ നിങ്ങൾ എല്ലാ ആളുകളും മാന്യമായി ജോലി ചെയ്യുന്ന ആളുകളാണ്, അതിൻ്റെതായ മാന്യമായ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഈ ചെയ്യുന്ന ജോലിനെയോ ആ വരുമാനത്തെയോ ഒരു തടസ്സവും ഇല്ലാതെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ കുട്ടികളെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, ജെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിന്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ തുടങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംരംഭത്തിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് വളരെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നിങ്ങൾ ഇതിലൂടെ ജനറേറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിൽ യാതൊരു സംശയവും. എത്രയോ സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു അല്ലെ? ഈ സംരംഭം ചെയ്ത സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സംരംഭത്തിൽ, ഈ ഒരു ബിസിനസ്സിൽ പതിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരാൻ പോകുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇന്ന് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ എണ്ണം കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. രോഗികളുടെ എണ്ണം അതിനനുസരിച്ച് കുറയുന്നുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ എണ്ണം കൂടുമ്പോൾ രോഗികളുടെ എണ്ണം കുറയേണ്ടതല്ലേ? എന്താ കുറയാത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ടോ മരുന്ന് കൊടുക്കാത്തത് കൊണ്ടോ അല്ല ആളുകൾക്ക് അസുഖങ്ങൾ കുറയാത്തത്. അസുഖങ്ങൾ കുറയാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ജീവിതശൈലിയാണ്. ജീവിതശൈലിയിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് ഇന്ന് അസുഖങ്ങൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതശൈലിയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? കഴിക്കുന്ന ഫുഡാണ്. ശരിയാണോ അല്ലെ? കഴിക്കുന്ന ഫുഡാണ് ആളുകൾ പ്രധാനപ്പെട്ട മാറ്റം വന്നത്. ഈ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആളുകൾ കഴിച്ചിരുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോഷകാഹാരമായിരുന്നു. ഇന്ന് ആളുകൾ കഴിക്കുന്നത് വിഷാഹാരമാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലോട്ട് വേണ്ട പല പോഷകങ്ങളും ഇന്ന് ഭക്ഷണത്തിലൂടെ കിട്ടാത്തത് കൊണ്ട് ഇത് അഡീഷണലി ശരീരത്തിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി ഭാവിയിൽ ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഭാവിയിൽ മനുഷ്യര് നല്ല ഭക്ഷണം കിട്ടുന്നു അറിയെങ്കിലും ഒരിക്കലും ചാൻസ് ഇല്ല അല്ലെ? കെമിക്കൽ അടങ്ങിയ ഭക്ഷണമാണ് ഇന്ന് നാട്ടിൽ ഏറ്റവും കൂടുതൽ വരാൻ വേണ്ടി പോകണം. കാരണം ആരും കൃഷി ഉണ്ടാക്കുന്നില്ല നമ്മുടെ നാട്ടില്. പുറത്തുനിന്ന് കൊണ്ടുവന്ന് പച്ചക്കറി ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് മൊത്തം വിഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ നല്ല പോഷകം മനുഷ്യന് കിട്ടാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആയിരിക്കും നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്ന ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതിന് ആവശ്യക്കാരുണ്ടോ? ഇഷ്ടം പോലെ ആവശ്യക്കാർ. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള പല ജീവിതശീല അസുഖങ്ങൾ കൂടി വരികയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ ഭയത്തോട് കൂടി ഇരുന്ന് കാണുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അല്ലെ, ഹാർട്ട് അറ്റാക്ക്. മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത പേരുകളിലാണ് ഇന്ന് പനികൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ അല്ലെ? എല്ലാ സ്ഥലത്തും മുക്കിലും മൂലയിലും ഇന്ന് ആളുകൾക്ക് പനി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരത്തിലോട് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പൊ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തിയിരുന്ന ഈ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മാത്രമല്ല ഇന്ന് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് പോലത്തെ മാരകമായ പ്രശ്നങ്ങൾ വരാതെ നോക്കാനൊക്കെ പറ്റുന്ന ഒരു ഹെൽത്ത് ഫുഡ് സപ്ലിമെന്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതാണ് കമ്പനിയുടെ മാസ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ദെൻ സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇന്ന് കേരളത്തിൽ മാത്രം 80 ലക്ഷത്തിൽ പരം പ്രമേഹ രോഗികൾ കേരളത്തിൽ മാത്രമുണ്ട്. 80 ലക്ഷത്തിൽ പരം പ്രമേഹ രോഗികൾ. ആളുകൾ മൊത്തം കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നാണ്. ഇംഗ്ലീഷ് മരുന്ന് ഒരാൾ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല അത് ഭാവിയിൽ വലിയ സൈഡ് എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാക്കും. നാച്ചുറൽ ആയിട്ട് ആയുർവേദിക് ആയിട്ട് ഇന്ന് എത്ര പാക്കുന്ന ഷുഗർ ആണെന്നുണ്ടെങ്കിലും ഇൻസുലിൻ വെക്കുന്ന കേസ് ആണെങ്കിൽ പോലും ഭാവിയിൽ പതുക്കെ ഇന്ന് ഷുഗർ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐക്കോഫി എന്ന് പറഞ്ഞ കമ്പനിയുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇതിന് ആവശ്യക്കാരുണ്ടോ? ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് കമ്പനി പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് ഡിജിറ്റൽ ആയിട്ട് നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്രാഞ്ചൈസ് എടുത്തുകൊണ്ട് നിങ്ങൾ ഈ സംരംഭത്തിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ള ഈ വ്യക്തിയോട് പറയാനുള്ള കാര്യം, ജീവിതത്തിൽ രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഷോർട്ട് ടൈമിനുള്ളിലാണ് ലക്ഷങ്ങളും മന്ത്ലി വരുമാനം കിട്ടുന്ന ലെവലിലോട്ട് എനിക്ക് മാറാൻ വേണ്ടി പറ്റിയത്. ഇതുപോലെ വലിയ ലെവലിലോട്ട് നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഡസീവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ലീഗലി കമ്പനി ഓക്കെയാണ്, മോറലി കമ്പനി ഓക്കെയാണ്, പ്രാക്ടിക്കലി കമ്പനി ഓക്കെയാണ്. നിങ്ങൾ യെസ് എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ജോലിയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇത്രയും കാലം നിങ്ങൾ ചെയ്തു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇത്രയും കാലം ജോലി ചെയ്തിട്ട് എന്താണ് എന്റെ ബാങ്ക് ബാലൻസ്? ഇതേ വർക്ക് മാത്രമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയില്ല. ഈ വലിയ നേട്ടങ്ങൾ ചെയ്യുന്ന ജോലിയോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ചെയ്ത ജോലിയോട് നിങ്ങൾ നേടിയെടുക്കാൻ പറ്റേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ലൈഫിൽ ഈ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടെ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സംരംഭം നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ നിങ്ങൾ തുടങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ തുടങ്ങി നിങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലത്തെ ഒരുപാട് ലീഡേഴ്സ് നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളുമായി സംസാരിച്ച് ഇന്ന് തന്നെ നിങ്ങൾ ഇതിന് അസോസിയേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടിയുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. അപ്പോൾ
എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ദൈവം തരും. ശരിയല്ലേ? നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും രക്ഷപ്പെടാൻ വേണ്ടി അവസരങ്ങൾ തരണേ എന്നുള്ളത്, അല്ലെ? നമ്മൾ പല പ്രശ്നങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ആ പ്രാർത്ഥന ഫലമായി ദൈവം നമുക്ക് അവസരങ്ങളെ തരുള്ളൂ. ശരിയല്ലേ? ഒരിക്കലും നമ്മളെ പ്രശ്നങ്ങൾ ഡയറക്റ്റ് ഒന്നും എന്ത് തരില്ല, ദൈവം തരില്ല, തീരുമാനമാക്കി തരില്ല. നമുക്ക് എന്ത് തരുള്ളൂ? അവസരങ്ങളെ തരുള്ളൂ. അവസരം സമയം പോയാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കയ്യിൽ വെള്ളം നിങ്ങളുടെ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വരുന്ന ഒരു 6 മാസം മുതൽ 1 വർഷം വരെ സമയം നിങ്ങൾ സംരംഭത്തിൽ കൊടുക്കാൻ തീരാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1 lakh rupees മന്ത്ലി, 1 ലക്ഷം രൂപ മന്ത്ലി നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ലെവലിലോട്ട് നിങ്ങൾ ഈ ബിസിനസിലോട്ട് മാറാൻ വേണ്ടി പറ്റും. നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിലൂടെ നിങ്ങൾക്ക് 6 മാസം മുതൽ 1 വർഷം വരെ സമയം കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇല്ല എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ ഈ സംരംഭത്തിന് കൂടെ നിങ്ങളുടെ കൂടെ നിങ്ങൾ വരിക. എല്ലാ ആളുകളെയും ഞാൻ ഒരു ഫാമിലിയോട് വെൽക്കം ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും നല്ല തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന വിഷയം ഇതുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.